ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ആക്ച്വലി ഈ ഓഗസ്റ്റിലും അതുപോലെ തന്നെ അടുത്ത മാസത്തിലും ഇനി വരാൻ പോകുന്ന മന്ത്സുകളിൽ എടുക്കാൻ പറ്റുന്ന 3 സീറോ ബാലൻസ് അക്കൗണ്ടിൻ്റെ കാര്യം പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ആവണതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരിക്കലും നിങ്ങളൊരു പബ്ലിക് പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ ചെയ്യാനോ അല്ലെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യാനോ ഒന്നും ഒരിക്കലും നിങ്ങളുടെ പ്രൈമറി ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കരുതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇഷ്ടം പോലെ ബാങ്ക് അക്കൗണ്ട് ഞാൻ പറഞ്ഞല്ലോ ഫ്രീസ് ആവുന്ന പരിപാടി വരുന്നുണ്ട്, പ്രത്യേകിച്ച് ഫെഡറൽ ബാങ്കിൻ്റെയും കാനറ ബാങ്കിൻ്റെയും ഒക്കെ. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു അക്കൗണ്ടാണ് നിങ്ങൾ ഫ്രീസ് ആവുന്നത് വെച്ചാൽ, പ്രത്യേകിച്ച് പ്രൈമറി ബാങ്ക് അക്കൗണ്ട് ആണെങ്കിൽ അതിൽ സാലറി വരുന്ന അക്കൗണ്ട് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഹോം ലോൺ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ നോർമലായിട്ടുള്ള നമ്മുടെ EMIs അതുപോലെ തന്നെ കാർ ലോൺ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതാകെ മുടങ്ങും, ആകെ പ്രശ്നമാവും. പിന്നെ സിബിൽ ആകെ പിന്നെ നമ്മളതിന് പിന്നാലെ നടക്കണം എന്ന് വെച്ചാൽ ഇതൊരു 90% കറക്റ്റായിട്ടുള്ള ഫ്രീസിങ് വരുന്നുണ്ട്, അതിൻ്റെ 10% ഉടായ്പ പരിപാടി ഫ്രീസിങ്ങും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഇത് സൈബർ ക്രൈം റിപ്പോർട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ വല്ല സ്റ്റേറ്റിൽ നിന്നോ ഡിസ്ട്രിക്റ്റിൽ നിന്നൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ സ്റ്റേറ്റിൽ നിന്നൊക്കെ ആയിരിക്കും വരും. അത് വല്ല കുതാമൂല് കിടക്കുന്ന സ്റ്റേറ്റും ഒക്കെ ആയിരിക്കും. അപ്പോൾ ഒന്നാമത് അവിടുത്തെ സൈബർ പോലീസ് ഒന്നും വിളിച്ചെടുക്കുന്നില്ല, വിളിച്ചത് തന്നെ അവർ പറയും ചിലപ്പോൾ അങ്ങോട്ട് വരാനൊക്കെ പറയും. അപ്പോൾ അത് നടക്കുന്ന കാര്യമല്ല. പിന്നെ നിങ്ങളിത് കേസ് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ പിന്നാലൊക്കെ പോകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ഒരു സെക്കൻഡറി അക്കൗണ്ട് ഇതുപോലത്തെ ട്രാൻസാക്ഷനൊക്കെ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആക്ച്വലി കുറേ പേരെ നമ്മളോട് പറയുന്നത് ഇപ്പോൾ ഏതാണ് നല്ലൊരു സീറോ ബാലൻസ് അക്കൗണ്ട്. നിങ്ങൾക്കറിയാം ഞാൻ ആക്ച്വലി പ്രൈമറി ആയിട്ട് റെക്കമെൻഡ് ചെയ്യാറുള്ള സീറോ ബാലൻസ് അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ കോട്ടക്കിൻ്റെ 81 അക്കൗണ്ടാണ്. നിങ്ങൾക്ക് തൽക്കാലം ഇപ്പോൾ എന്തായാലും അത് എടുക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം RBI ബാൻ ചെയ്തൊക്കെയാണ് കോട്ടക്കിനെ. ഇപ്പോൾ ഒന്നും അവരുടെ ക്രെഡിറ്റ് കാർഡോ എന്താ പറയുക അക്കൗണ്ട്സോ ഒന്നും നമുക്കിപ്പോൾ തുറക്കാൻ പറ്റില്ല കോട്ടക്കിൻ്റെ. എൻ്റെ ആക്ച്വലി കുറേ സീറോ ബാലൻസ് അക്കൗണ്ട് ഉണ്ട്, ഇൻക്ലൂഡിങ് സ്മോൾ ഫിനാൻസ് ബാങ്കുകളുടെ അക്കൗണ്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് അതുപോലെ തന്നെ ഇസാഫ് ബാങ്ക് ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യുന്നില്ല, കുറച്ച് കൂതറയാണ്. പിന്നെ എൻ്റെ ഇപ്പം ഞാൻ അതിൽ റെക്കമെൻഡ് ചെയ്യാവുന്ന 3 ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൻ്റെ ലിങ്കുകളും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്കുകളൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ, നമ്മുടെ റെഫറൽ ലിങ്കാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ അക്കൗണ്ട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ AU ബാങ്കിൻ്റെ ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ടാണ്. ഇത് ആക്ച്വലി ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് തന്നെയാണ്. നമുക്ക് ആക്ച്വലി ഇതിന് ഒരു ഇന്റർനാഷണൽ ആയിട്ടുള്ള റൂപേ വേരിയൻ്റ് ആയിട്ടുള്ള ഡെബിറ്റ് കാർഡ് ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. അതിന് ശേഷം 175 രൂപ കൊടുക്കണം നമുക്ക് ഇഷ്യൂ ചാർജായിട്ട്. അത് കൊടുത്താൽ മാത്രമേ നമുക്ക് ഫിസിക്കൽ കാർഡ് കിട്ടിയാൽ മാത്രമേ നമുക്ക് പിന്നെ വെർച്വൽ കാർഡ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ നല്ല കാർഡാണ്, ഞാനിപ്പോൾ കറൻ്റ് കുറേയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ആ കാർഡിനാണെങ്കിൽ ഇഷ്ടംപോലെ ഓഫേഴ്സും സംഭവമൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ AU ബാങ്കിൻ്റെ കസ്റ്റമർ കെയർ സപ്പോർട്ടും അതുപോലെ തന്നെ ഫീച്ചേഴ്സും സംഭവമൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട പരിപാടിയാണ്. നിങ്ങൾക്കറിയാം AU ബാങ്ക് ഇപ്പോൾ ഫിൻകെയർ ബാങ്കായിട്ട് ടൈപ്പ് ചെയ്തിട്ട് മിക്ക നമ്മുടെ കേരളത്തിലെ ബ്രാഞ്ചുകളുണ്ട്. ഇപ്പോൾ എന്ന് വെച്ചാൽ ഫിൻകെയർ ബാങ്ക് ഉണ്ടാകുന്ന ബ്രാഞ്ചുകളൊക്കെ ഇപ്പോൾ AU ബാങ്കായിട്ട് ആക്ട് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പരിപാടിയാണ്. ഇപ്പോൾ തൃശ്ശൂരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവരുടെ ബ്രാഞ്ചിൻ്റെ ഏരിയയിൽ വരുന്ന നിങ്ങൾക്ക് അഡ്രസ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അവരുടെ ക്രെഡിറ്റ് കാർഡ് കിട്ടാനും ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി എൻ്റെ ഒരു റെഫറൽ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് അത് കൂടെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി 250 രൂപയുടെ ആമസോൺ വെച്ചിട്ട് നിങ്ങൾക്കും കിട്ടും എനിക്കും കിട്ടും. അപ്പോൾ അതൊരു ഡയറക്റ്റ് നമ്മുടെ AU ബാങ്കിൻ്റെ സൈറ്റിൽ കൂടെ കൊടുക്കുന്ന ഒരു ലിങ്കുകളാണ്. അത് ആക്ച്വലി ആ സാധനം ആക്ച്വലി അവർ മെയിൽ ചെയ്ത് തരാമെന്ന് പറഞ്ഞേക്കുന്നത്. 90 ഡേയ്സിനുള്ളിൽ മെയിൽ ചെയ്ത് തരുന്നതാണ് പറഞ്ഞേക്കുന്നത്. ഇതുവരെയായിട്ട് എൻ്റെ ലിങ്ക് കുറേ പേര് എടുത്തിട്ടുണ്ട്, പക്ഷേ എപ്പോഴും അവർ ഇതുവരെയായിട്ട് സംഭവം ആമസോൺ വെച്ചിട്ടൊന്നും മെയിൽ തന്നിട്ടില്ല. ഞാൻ ആക്ച്വലി കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ കാണിച്ചുതരാം. അത് വെച്ചാൽ കുറേ പേര് നമ്മുടെ അക്കൗണ്ട് എടുത്തിട്ട് അവർക്ക് കിട്ടിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇവരത് ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ കണ്ടു ഇത് ഞാൻ അതിൻ്റെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടു ഇത് ട്വിറ്ററിൽ ഞാൻ അവരെ ട്വീറ്റ് ചെയ്തതാണ്. അപ്പോൾ അവരിപ്പോഴും പറയുന്നത് ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ടെക്നിക്കൽ ഇഷ്യൂസാണ്. അപ്പോൾ കണ്ടു ഞാൻ അതിൻ്റെ ഇതൊന്ന് കുറയ്ക്കാം. ഇപ്പോൾ അവർ പറയുന്നത് വി റിഗ്രറ്റ് ദ ഇൻകൺവീനിയൻസ് കോസ്റ്റ് ടു യു, വി ആർ സ്റ്റിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ദിസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ ഫോക്കസ് ചെയ്ത് സോണി ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ആക്ച്വലി ഇത് അവരുടെ ആപ്പിൽ തന്നെ കാണാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് 250 രൂപയുടെ വോച്ചർ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ആപ്പിൽ തന്നെ കാണാൻ പറ്റും. ഞാൻ കാണിച്ചത് ഇതാണ് നമ്മുടെ AU ബാങ്കിൻ്റെ ആപ്പ് വരുന്നത്. അതിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാം. നിങ്ങൾക്കും വേണമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ സംബോധനയൊക്കെ വേണമെങ്കിൽ റെഫർ ചെയ്യാം. കണ്ടു AU റെഫർ പ്രോഗ്രാം എന്നിട്ട് അവരുടെ തന്നെ നടത്തുന്ന ഒരു റെഫർ പ്രോഗ്രാമാണ്. അപ്പോൾ അതിൽ നമുക്ക് നമ്മുടെ വൗച്ചേഴ്സ് ഉണ്ടെങ്കിൽ അത് കാണാൻ പറ്റും കേട്ടോ. ഒരു ആക്ച്വലി ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞേക്കുന്നത് ഇമെയിലായിട്ടും മെസ്സേജായിട്ടും വൗച്ചർ അയച്ചിരുന്ന പറഞ്ഞേക്കുന്നത്. പിന്നെ പറഞ്ഞത് എൻ്റെ 90 ഡേയ്സിൽ തന്നെ കിട്ടും. ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ കുറേ പേര് എൻ്റെ ഇത് ലിങ്കിൽ നിന്ന് എടുത്തിട്ടും ഇപ്പോഴും എനിക്കും കിട്ടിയില്ല അവർക്കും കിട്ടിയില്ല. അപ്പോൾ എന്തായാലും കിട്ടുമായിരിക്കും. ഞാൻ എൻ്റെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പറയാൻ പോകുന്ന അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ഡിലൈറ്റ് അക്കൗണ്ടാണ്. അത് ഞാൻ ആക്ച്വലി ഉപയോഗിക്കുന്നുണ്ട്. ഇതിന് ആക്ച്വലി ഒരു ഇനീഷ്യലായിട്ടൊരു എന്താ പറയുക എമൗണ്ട് നമ്മൾ ഇടേണ്ട വരും അക്കൗണ്ടിലേക്ക്.
അത് കഴിഞ്ഞാൽ മാത്രമാണ് ആക്ച്വലി ആ അക്കൗണ്ട് സീറോ ബാലൻസ് അക്കൗണ്ട് ആയിട്ട് ആക്ട് ചെയ്യുക. പിന്നെ അതിൻ്റെ ഡെബിറ്റ് കാർഡിന് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ ഡെബിറ്റ് കാർഡിന് ചാർജ് വരുന്നുണ്ട്, 599 രൂപ ചാർജൊക്കെ വരുന്നുണ്ട്. പക്ഷേ നമുക്ക് അത്യാവശ്യം ക്യാഷ് ബാക്സും നമുക്ക് ബുക്ക് മൈ ഷോയിലെ ഓഫേഴ്സും സംഭവമൊക്കെ ഇവരുടെ ഡെബിറ്റ് കാർഡിന് കിട്ടുന്നുണ്ട്. മൂവി ടിക്കറ്റ്സ് ബൈ വൺ ഗെറ്റ് വൺ ഒക്കെ ഓഫറൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. കസ്റ്റമർ കെയർ സപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ഒരു ആവറേജ് തന്നെ പറയാനുള്ളൂ. പക്ഷേ ഇവരെ എന്താ പറയുക, ഡെബിറ്റ് കാർഡ് നല്ല സാധനം തന്നെ കേട്ടോ. അതിന് ചാർജ് വരുന്നുണ്ട്. ഒരു ബാൻഡറി ലെവൽ കാർഡൊന്നും തീരെ പറയാൻ പറ്റില്ല, എന്ന് വെച്ചാൽ 599 രൂപയൊക്കെ ചാർജ് വരുന്നുണ്ട്. പക്ഷേ അതിന് അത്യാവശ്യം നല്ല ഓഫേഴ്സും സംഭവങ്ങളൊക്കെ റെഗുലറായിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് മെയിലും സംഭവമൊക്കെ വരും. അതല്ലാണ്ട് ഇവർ ആപ്പും വലിയ ഒരു ആവറേജ് തന്നെ പറയുള്ളൂ, വലിയ കുഴപ്പമില്ലാത്ത ആപ്പ് തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് എല്ലാ ഫീച്ചേഴ്സും സംഭവങ്ങളൊക്കെ കിട്ടും. ഇപ്പോൾ FD ഇടാനും അങ്ങനെ എല്ലാ സംഭവങ്ങളും കിട്ടും. അതുപോലെ തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ യു ബാങ്കിൽ പറഞ്ഞ പോലെ തന്നെ പ്രീ അപ്രൂവൽ ഓഫർ ഇഷ്ടം പോലെ ഇതിൽ കിട്ടും. നമ്മുടെ യു ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് കിട്ടുന്ന പോലെ തന്നെ നമുക്ക് ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ പ്രീ അപ്രൂവ്ഡ് ലോൺ ഓഫറും അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ്സുകളും നമുക്ക് പ്രീ അപ്രൂവൽ ആയിട്ട് സുഖമായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത് രണ്ടാമത്തെ ഇട്ടേക്കുന്നത്. മൂന്നാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ ആക്സിസ് ബാങ്കിൻ്റെ അമേസ് സേവിങ്സ് അക്കൗണ്ടാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും ഇതിനൊരു സബ്സ്ക്രിപ്ഷൻ ചാർജ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിന് തേർഡ് കൊണ്ട് ഇട്ടേക്കുന്നത്. പക്ഷേ അതിൻ്റെ വിർച്വൽ കാർഡൊക്കെ നമുക്ക് കോംപ്ലിമെൻ്ററി ഡെബിറ്റ് കാർഡ് ഫ്രീ കിട്ടുന്നുണ്ട്. നോ മിനിമം ബാലൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വെൽക്കം ബെനിഫിറ്റ് ആയിട്ട് വേർത്ത് ₹6000 രൂപയുടെ വേർത്ത് വെൽക്കം ബെനിഫിറ്റ് കിട്ടുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാത്തിനും ഒരു ജോയിനിങ് ചാർജ്, ആനുവൽ ചാർജ് ഉള്ള പോലെ തന്നെ ഒരു സബ്സ്ക്രിപ്ഷൻ ചാർജ് വരുന്നുണ്ട്. സംതിങ് 200 to 200 to 300 റേഞ്ചിലൊക്കെയാണ് നമുക്കത് വരിക. പക്ഷേ എന്നാലും കുഴപ്പമില്ലാത്തൊരു അക്കൗണ്ടാണ്. ആക്സിസ് ബാങ്കിൻ്റെ അക്കൗണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ അക്കൗണ്ടിലേക്ക് പിന്നെയും ഭേദം. എന്താ വെച്ചാൽ ബാക്കിയുള്ള ബാങ്ക് അക്കൗണ്ടൊക്കെ വരെ നല്ല മിനിമം ബാലൻസും സംഭവമൊക്കെ കീപ്പ് ചെയ്യേണ്ട അക്കൗണ്ടാണ്. അപ്പോൾ അത്യാവശ്യം നല്ല കത്തി അക്കൗണ്ട് ആയിരിക്കും. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആക്സിസ് ബാങ്കിൻ്റെ അക്കൗണ്ട് എന്ന് പറയുന്നത് വേണമെങ്കിൽ ഈ MS അക്കൗണ്ടിന് വേണമെങ്കിൽ പറയാം. എന്താ വെച്ചാൽ സബ്സ്ക്രിപ്ഷൻ ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറെ മോസ്റ്റ്ലി ഒരു 99% ചാർജുകളൊന്നും വരുന്നില്ല. അപ്പോൾ അത് കുഴപ്പമില്ലാത്തൊരു സംഭവം തന്നെയാണ്. അപ്പോൾ ഈ 3 ബാങ്കുകളിൽ ഞാൻ നമ്മുടെ റെഫറൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതിന് എല്ലാത്തിനും വീഡിയോ KYC നിർബന്ധമാണ്. നിങ്ങൾ എന്തെടുക്കാൻ പോയാലും ഇപ്പോൾ വീഡിയോ KYC നിർബന്ധമാണ്. അപ്പോൾ വീഡിയോ KYC ഇല്ലാണ്ട് ഒരു അക്കൗണ്ടും കിട്ടില്ല. അതുപോലെ തന്നെ പാൻ കാർഡും ആധാർ കാർഡും നിർബന്ധമാണ് കേട്ടോ. ഇത് ഫിസിക്കൽ സാധനം നിർബന്ധമാണ്. എന്ന് വെച്ചാൽ ഒരു വീഡിയോ KYC കാണിച്ചു തരാൻ പറയും. അപ്പോൾ ഇത് കുറേ പേരായി ചോദിക്കുന്നു എന്നോട്. ഇപ്പോൾ 2-3 ദിവസമായി എനിക്ക് കമൻറ്റ് വരുന്നതാണ്. ഇപ്പോൾ പാൻ കാർഡ് ഇല്ലാണ്ട് എടുക്കാൻ പറ്റുന്ന 2 ബാങ്ക് അക്കൗണ്ട് പറയാൻ പറ്റില്ല. ഇപ്പോൾ പാൻ കാർഡ് ഇല്ലാണ്ട് ഒരു സാധനം എടുക്കാൻ പറ്റില്ല, ബാങ്ക് അക്കൗണ്ട് പോയിട്ട് ഒരു സാധനം എടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് എടുത്തിട്ടില്ലെങ്കിൽ അത് എടുക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ 3 സീറോ ബാലൻസ് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ്. ചെക്കൗട്ട് ചെയ്യാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകളെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മുടെ 2 മെയിൻ ചാനൽസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. എന്തെങ്കിലും സംശയങ്ങൾ അല്ലെങ്കിൽ എന്നെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റും പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ 3ാമത്തെ ചാനൽ ജയിച്ചു പോലെ കാണാത്തവരെ കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഡിസ്ക്രിപ്ഷൻ ചെക്കൗട്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കും അതുപോലെ തന്നെ ടെലിഗ്രാം ചാനൽ ലിങ്കൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം, പേജ് ഫോളോ അടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അടുത്ത കാണാം. ബൈ.